എന്റെ പ്ലാനിലല്ല ഇത് പണിത്. മുത്തച്ഛന്റെ പ്ലാനാ. ഞാൻ ജനിക്കാൻ ലേറ്റ് ആയി പോയില്ലേ, ഒരു 300 വർഷം. അമ്മേ ഞാൻ വന്നു. മോനെ, ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? എന്റെ തലമുടിക്ക് എന്ത് പറ്റി? പശു നക്കിയതുപോലെ. അമ്മേ ഇതെന്റെ ബോംബെ ഫാഷനാ. അമ്മേ ഇതാണ് എന്റെ പ്രിയ. അല്ല പ്രിയേ, ഇതാണ് എന്റെ അമ്മ. ഇതിലാരാണ് പ്രിയ? പ്രിയേ, ഇതാണ് എന്റെ അമ്മ. അയ്യോ ധാരാ മോനെ. പ്രിയ എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു അമ്മേ. എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇതും പോയാ? ഈശ്വര, പാവാട മഞ്ഞാണല്ലേ. നമ്മുടെ മോൻ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലെന്നുണ്ടോ? കേട്ട് അവന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി അവന്റെ ഭാര്യ എന്നാ പറയുന്നേ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? അവന്റെ കല്യാണം കഴിഞ്ഞെന്ന്. എന്ത് സാരിയാണത്? ഇത്രയും ബാക്കിയുണ്ടാ? കട്ട് ചെയ്ത് കളഞ്ഞാലത് ഇതെന്താ പാഞ്ചാലി വസ്ത്രശേപു? സാരി കണ്ടുപിടിച്ചവനെ തല്ലിക്കൊള്ളു. തനിക്കല്ലായിരുന്നു നിർബന്ധം എന്നെ കൊണ്ട് സാരി ഉടുപ്പിക്കാൻ. തന്നെ ഒരു പെണ്ണായിട്ട് കണ്ടോട്ടെന്ന് എഴുതി പറഞ്ഞു പോയതാണേ. ഞാൻ പെണ്ണ് തന്നെയാ. എന്നാ പിന്നെ സ്വയം പറഞ്ഞെടുത്തോ. വാട്ട്സ് ഞൊറി മാൻ? വാട്ട് ഈസ് ഞൊറി മാൻ? ഞൊറി എന്നെ കൂടെ പറയിക്കണ്ട. കണ്ടോ, ഇങ്ങനെ എടുത്ത് 1 ഇഞ്ച് ലൈൻ അടിച്ചേട്ടിയതാ. ലൈൻ അടിക്കുന്നത് എന്താ? പോസ്റ്റോ? പെങ്ങടെ മോനെ ഏത് നേരത്തുണ്ടായതാണോ? അളിയ മിലിറ്ററിയില്ല. ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ വരുന്നോണ്ട് ഇവന്റെ വിദ്യാഭ്യാസം ശരിയാവണില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാക്കിയതാ. ഗുണം പിടിക്കാൻ എവിടെ നന്നാവുന്നില്ലെന്നേ. എന്തായാലും സൂപ്പർ സെലക്ഷൻ ആട്ടോ. പക്ഷേ ഹൈറ്റ് അല്പം കുഴപ്പമുണ്ടല്ലോ. എന്താടാ മരത്തവളെ? ആരുടെ ഹൈറ്റാണ് നീ പറഞ്ഞ? കേറിപ്പോടാ. ശരിയാക്കി തരാം. യു ബ്ലഡി ചീറ്റ്. വണ്ടി അല്ലാതെ പിന്നെ ഇത് എന്താടോ? എന്നെ കൊണ്ട് നാട് മുഴുവൻ പെട്ടിയും ചോപ്പിച്ചിട്ട്. എന്റെ വീട്ടിൽ വണ്ടി വന്നു. അമ്മമ്മേ, ഞാൻ ചെല്ലുമ്പോ പനംകുളി ചേച്ചിയുടെ സാരി വിളിച്ചു വരുമായിരുന്നു. എന്റെ ഭഗവാനെ, ഇനി ഞാൻ എന്തെല്ലാം കാണണോവോ. പിന്നെ ഞാൻ ഇറങ്ങാ. ഞാൻ തോറ്റു. എനിക്ക് ഇതായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. വെച്ചോളൂ. എന്റെ ദൈവമേ, ഇങ്ങനെ ഇട്ട ഗുജറാത്തി സ്റ്റൈൽ